വെട്ടുകേസിലെ പ്രതി സവാദ് എങ്ങനെയാണ് ഒളിജീവിതം നയിച്ചത്, ഈ വിഷയത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് മുതലായ കാര്യങ്ങൾ ഭാര്യാപിതാവ് ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ് ചേരുകയാണ് കാസർഗോഡ് നിന്ന്. അരുൺ, ഏറെ അവിശ്വസനീയമായ കാര്യങ്ങൾ പലതും സംഭവിച്ചു. എങ്ങനെയാണ് ഇയാൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നത്, കാര്യങ്ങൾ പലതും ഒളിച്ചു വെച്ചിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരമാവുകയല്ലേ ഇപ്പോൾ ഈ ഭാര്യാപിതാവിന്റെ വെളിപ്പെടുത്തൽ വന്നതോടെ? ക്രിസ്റ്റീന, ഇത് സവാദിന്റെ പിതാവിന്റെ പ്രതികരണമാണ്. ഇതിൽ എത്രത്തോളം ആധികാരിക അല്ലെങ്കിൽ വിശ്വസനീയത ഉണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണ സംഘമാണ് അതിലൊരു വ്യക്തത വരുത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട്. ഈ സവാദിന്റെ പിതാവ് അബ്ദുറഹ്മാൻ പറയുന്നത് 2016 ഈ സവാദിനെ പരിചയപ്പെടുന്നത്. കർണാടക ഉള്ളാളിലെ ഒരു ആരാധനാലയത്തിൽ വെച്ച് പരിചയപ്പെട്ടു. അതിനുശേഷമാണ് കൂടുതൽ അടുക്കുന്നത്. അങ്ങനെ മകളെ വിവാഹം ചെയ്ത് നൽകാൻ തീരുമാനിക്കുന്നു. 2016 വിവാഹം നടക്കുമ്പോൾ ഷാജഹാൻ എന്ന പേരാണ് പറഞ്ഞിരുന്നത്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഷാജഹാൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പള്ളിയിൽ നൽകിയ പേരും ഷാജഹാൻ എന്നാണ്. 2016 വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച മാത്രമേ മഞ്ചേശ്വരത്ത് ആദ്യഘട്ടത്തിൽ താമസിച്ചിരുന്നുള്ളൂ. പിന്നീട് കണ്ണൂരിലേക്ക് പോവുകയായിരുന്നു. കണ്ണൂരിലെ വളവട്ടണത്താണ് ആദ്യം താമസിച്ചതെന്നാണ് ഈ പിതാവ് തന്നെ പറയുന്നത്. പിന്നീട് ഇടക്ക് മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ, അതായത് മഞ്ചേശ്വരത്തേക്ക് വരാറുള്ളൂ എന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സവാദാണെന്നുള്ള കാര്യം മകൾക്ക് മുമ്പ് അറിയാമായിരുന്നു. അതായത് ആദ്യ കുട്ടിയുടെ പ്രസവ സമയത്ത് ഇത് സവാദാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ മകൾ പറയുന്നതെന്നാണ് ഈ അബ്ദുറഹ്മാൻ പറയുന്നത്. മറ്റ് കാര്യങ്ങൾ ഇത് സവാദാണെന്നുള്ള കാര്യം താൻ അറിഞ്ഞത് ഇന്നലെയാണ്. ഇന്നലെ ഇത്തരത്തിൽ വാർത്തകളിലൊക്കെ കണ്ട സമയത്താണ് ഇത് സവാദാണ് എന്ന കാര്യം അറിഞ്ഞത്. മറ്റ് ഇതിന്റെ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു എന്നതാണ് ഈ അബ്ദുറഹ്മാൻ എന്തായാലും പറയുന്നത്. തനിക്ക് SDPI ബന്ധമുണ്ട്, അങ്ങനെ ഒരു പശ്ചാത്തലം ഈ മഞ്ചേശ്വരത്ത് SDPI പ്രവർത്തകനാണെന്നുള്ള കാര്യം ഈ അബ്ദുറഹ്മാൻ തുറന്നു പറയുന്നുമുണ്ട്. എന്തായാലും സവാദാണെന്നുള്ള കാര്യം തനിക്കറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. മകൾക്ക് അറിയാമായിരുന്നു, തനിക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ അറിയില്ലായിരുന്നു എന്നതാണ് പറയുന്നത്. 2016 യാദൃശ്ചികമായി പരിചയപ്പെട്ടു. പിന്നീടാണ് ഈ വിവാഹ ബന്ധത്തിലേക്ക് ഉൾപ്പെടെ കടന്നത്. കണ്ണൂരായിരുന്നു സ്ഥിര താമസം. ആദ്യം വളവട്ടണത്തും പിന്നീട് മട്ടന്നൂരിൽ ഉൾപ്പെടെയായിരുന്നു താമസം എന്ന കാര്യമാണ് അബ്ദുറഹ്മാൻ പറയുന്നത്. പിന്നീട് വളരെ ചില ഘട്ടങ്ങൾ മാത്രമേ ഈ മഞ്ചേശ്വരത്തേക്ക് വരാറുള്ളൂ. താൻ അങ്ങോട്ടും പോകാറില്ല, അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള പോക്കുവരവ് ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടി അബ്ദുറഹ്മാൻ പറയുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ അബ്ദുറഹ്മാന്റെ വെളിപ്പെടുത്തൽ എത്രത്തോളം വിശ്വസനീയമാണ് എന്ന കാര്യത്തിൽ അതിൽ അന്വേഷണ സംഘമാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം നമ്മോട് നടത്തിയ പ്രതികരണം മാത്രമാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തുന്നുമുണ്ട്. കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ്.